മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള സന്ദേശമായ കർത്താവ് ഒരു പ്രഭാതം കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ്. ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഈ പ്രഭാതത്തിൽ സകല സൃഷ്ടിജാലങ്ങളോടും ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള സ്നേഹം അവർണ്ണനീയമാണെന്ന് കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മോട് പറയുകയാണ്. കർത്താവിൻ്റെ അനന്തമായ സ്നേഹം അനുഭവിച്ചറിയുവാൻ ഒരു ദിവസം കൂടി തന്ന ആ നല്ല തമ്പുരാന് നന്ദി അർപ്പിക്കാം. നമ്മുടെ ഈ ശുശ്രൂഷയുടെ പ്രത്യേക മധ്യസ്ഥയെ പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി വഴി നടത്തണമേ. വചനം പ്രഘോഷിക്കുവാനും വചനം ജീവിക്കുവാനും തമ്പുരാൻ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ വലിയ ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. മക്കളോടുള്ള അനന്തമായ സ്നേഹത്തോടെ ഞങ്ങളെ എന്നും കാത്തു പരിപാലിക്കുന്ന നമ്മുടെ ആ വലിയ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും തെറ്റുകളിലും കുറ്റങ്ങളിലും വീഴാതെ നന്മയുടെ വഴിയിൽ നിന്ന് പിന്തിരിയാതെ അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമനസ് മാത്രം അന്വേഷിച്ചുകൊണ്ട് അവിടുത്തെ പിൻചൊല്ലുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ വീഴ്ചണമേ. ആമേൻ. നമ്മൾ ഈ വചന ശുശ്രൂഷയിൽ പ്രത്യേകമായിട്ട് നമ്മുടെ എല്ലാ യുവജനങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. അവരുടെ വിശുദ്ധീകരണവും സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുവാനുള്ള വലിയ കൃപ അവയ്ക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് വിശ്വാസത്തിൽ ആഴപ്പെട്ട ജീവിതം നയിക്കുന്നതിനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ശുശ്രൂഷയിൽ പ്രത്യേകമായിട്ട് നമ്മുടെ എല്ലാ യുവജനങ്ങളെയും ചേർത്ത് പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും പ്രഭാത വിരുന്നിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ദൈവത്തിൻ്റെ തിരുവചനം നമ്മോട് പറയുകയാണ്, നമ്മൾ കർത്താവിന് ഏറെ പ്രസാദമുള്ളവരാണ്, നമ്മൾ കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളാണ്. ഈ ഒരു ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. കർത്താവ് നമ്മളെ അധികമായിട്ട് ഒത്തിരി സ്നേഹിക്കുന്നു. മനുഷ്യരുടെ സ്നേഹവുമായിട്ട് വ്യക്തികളുടെ സ്നേഹവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ കർത്താവ് അതിലധികമായിട്ട് ഇരട്ടിയായിട്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം ഇന്ന് ഈ ശുശ്രൂഷയിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട നാം ഓരോരുത്തരിലും ദൈവം പ്രത്യേകമായിട്ട് പ്രസാദിച്ചിരിക്കുന്നു. ദൈവം പ്രത്യേകമായി ഓരോ ശുശ്രൂഷയിലേക്കും ഓരോ ജീവിതാന്തസ്സിലേക്കും നമ്മെ വിളിച്ചിരിക്കുന്നത് അവിടത്തേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നമ്മൾ യോഗ്യരാണെന്ന് കണ്ടതുകൊണ്ടാണ്. അവിടുത്തെ സ്നേഹത്തിൻ്റെ പ്രത്യക്ഷമായ അടയാളമാണത്. തന്നോട് ചേർന്ന് നിന്ന് തനിക്ക് വേണ്ടി ജീവിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് വിളിച്ച് ചേർത്ത് നിർത്തിയിരിക്കുന്നു. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് എന്നെ ഈ ജീവിതത്തിലേക്ക് വിളിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയായിപ്പോയി, എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി എന്നൊക്കെ നമ്മൾ പലപ്പോഴും പരാതി പറയാറുണ്ട്. എന്നാൽ ഇവിടെ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും നമ്മുടേതായ ജീവിതാന്തസ്സിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് പ്രത്യേകമായിട്ട് നിയോഗിച്ചാക്കിയിരിക്കുന്നു.
ആ വിളിയോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ട്, ആ ജീവിതാന്തസ്സിനോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. സാധിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 1 പത്രോസ് 2:21 വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട്. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്, എന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഒരു മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. കർത്താവ് പിതാവിനെ ഏത് വിധത്തിൽ അനുസരിച്ചുവോ, കർത്താവ് പിതാവിൻ്റെ ഇഷ്ടം എങ്ങനെ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം എങ്ങനെ അനുകരിച്ചുവോ, അത് നമുക്കൊരു മാതൃകയാകുന്നതിന് വേണ്ടി ആണ് അവിടെ അങ്ങനെ ചെയ്തത്. ആ മാതൃക പിൻചൊല്ലുവാനാണ് തമ്പുരാൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇതിൽ നമ്മൾ മടി കാണിക്കരുതെന്നാണ് വചനം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ വചനം അനുസരിക്കുവാനായിട്ട്, ആ മാതൃക പിൻചൊല്ലുവാനായിട്ട് നമുക്ക് പലപ്പോഴും സാധിക്കാതെ വരുന്നു. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ മാതൃകയാക്കുന്നത് ഈ ലോകത്തിലെ വ്യക്തികളെയും അവരുടെ ചെയ്തികളെയും അവരുടെ സംസാരങ്ങളെയൊക്കെയാണ്. എന്നാൽ തമ്പുരാൻ അതല്ല നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് വ്യക്തമായൊരു മാതൃക ഞാൻ തന്നിരിക്കുന്നു. പിതാവിനെ അനുസരിച്ച് ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഒരു മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജീവിതം നമുക്കറിയാം. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക മാത്രമായിരുന്നു അവിടുത്തെ ഏക ആഗ്രഹം. അവിടുത്തെ വിളി അതായിരുന്നു എന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സഹനങ്ങളുടെ നിമിഷങ്ങളിൽ പോലും ഇതാണ് നിൻ്റെ ഹിതമെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പറയുവാനുള്ള ആ ആത്മധൈര്യം കർത്താവിന് കിട്ടിയത്. ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മളൊക്കെ പലപ്പോഴും പകച്ചു പോകുന്ന ഒരു നിമിഷങ്ങൾ അതൊക്കെ ഇത്തരത്തിലുള്ള സഹനങ്ങളൊക്കെ. അത്തരം സാഹചര്യങ്ങളിൽ പോലും കർത്താവ് ഇത് നിൻ്റെ ഇഷ്ടമാണെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടമാണെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറയുവാനുള്ള ആ വലിയ ഉൾക്കരുത്ത് നേടിയത് ഈ വിശ്വാസത്തിലുള്ള ആഴമായിരുന്നു, ആ ബോധ്യങ്ങളിലുള്ള ആഴമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കർത്താവിന് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുവാനും സാധിച്ചത്. നിയോഗിച്ചാക്കിയിരിക്കുന്ന എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്, അവിടുത്തെ ഇഷ്ടം മാത്രമാണ് എൻ്റെ ജീവിതം, എൻ്റെ സന്തോഷം. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റുപറയുവാൻ സാധിക്കണം. എന്നെ വിളിച്ച് വിശുദ്ധീകരിച്ച് എൻ്റെ തമ്പുരാൻ്റെ ഇഷ്ടം മാത്രമാണ് എൻ്റെ ആനന്ദം. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് പറയുവാനായിട്ട് നമുക്കും സാധിക്കണം. സങ്കീർത്തകൻ ദിനപുസ്തകം 40-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്: എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം, അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട്. നമ്മളിൽ എത്ര പേർക്ക് ഇത് പറയുവാനായിട്ട് സാധിക്കും ഈ സങ്കീർത്തകനെ പോലെ? ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ ഇഷ്ടം. ആത്മാർത്ഥതയോടുകൂടി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് പറയുവാൻ സാധിക്കുന്ന ഒരു വലിയൊരു വാക്യമായത്. നിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. സഹനങ്ങളുടെ നിമിഷങ്ങളിലാകട്ടെ, വേദനകളുടെ നിമിഷങ്ങളിലാകട്ടെ, പരാജയങ്ങളുടെ നിമിഷങ്ങളിലാകട്ടെ, നമുക്കിത് പറയുവാൻ സാധിക്കണം. അതെല്ലാം ദൈവത്തിൻ്റെ ഹിതമാണ്. ദൈവം ആ വഴിയിലൂടെ എന്നെ വിശുദ്ധീകരിച്ച് കൊണ്ടുപോവുകയാണ്. എനിക്ക് ആത്യന്തികമായി അവിടുന്ന് നന്മ കൈവരുത്തും. അതുകൊണ്ട് എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. ഈ ഒരു സന്തോഷമാണ് നമ്മളും അനുഭവിക്കേണ്ടത്. എൻ്റെ ഹിതം നിറവേറ്റി കഴിയുമ്പോൾ, സ്വന്തമായ താല്പര്യങ്ങൾ നിറവേറ്റി കഴിയുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തമായ നേട്ടങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് കിട്ടുന്ന ആ സന്തോഷമല്ല ഇവിടെ നമുക്ക് വേണ്ടത്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സന്തോഷമാണ് നമുക്ക് വേണ്ടത്. ഈ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ നിയമം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവണം. കർത്താവിൻ്റെ നിയമം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണം. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആ നിയമം ഇല്ല എന്നുള്ളത്. കർത്താവിനെ അറിയത്തില്ല, കർത്താവിൻ്റെ വചനം അറിയത്തില്ല, കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇത്തരം രീതിയിലൊക്കെ ആയി കഴിയുമ്പോഴാണ് നമുക്ക് പലപ്പോഴും പതർച്ച സംഭവിക്കുന്നത്. ഇത്തരത്തിലുള്ള പതർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. തൻ്റെ പിതാവിൻ്റെ തിരുഹിതം പൂർണ്ണമായി നിറവേറ്റുന്നതിന് അവിടെ തൻ്റെ ജീവനെ കാൽവരിയിൽ ബലിയായി അർപ്പിച്ചു. എല്ലാം പൂർത്തിയായി എന്ന് എല്ലാ അർത്ഥത്തിലും പറയുവാനായിട്ട് കർത്താവിന് സാധിച്ചു. ഇതുപോലെ തന്നെ നമുക്കും ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങിക്കൊണ്ട് എല്ലാം പൂർത്തിയായി എന്ന് സന്തോഷത്തോടെ പറയുവാനായിട്ട്, ഹൃദയ നിർമ്മലത്തോടെ പറയുവാനായിട്ട് നമുക്കും സാധിക്കണം. അങ്ങനെയാണ് നമ്മുടെ സമർപ്പണം പൂർത്തിയാകുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതം സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28-30 വാക്യങ്ങളിൽ നാം ഇത് കാണുന്നുണ്ട്. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവഹിതത്തിന് പൂർണ്ണമായിട്ടും കീഴ്വഴങ്ങിക്കൊണ്ട് ആ സമർപ്പണം പൂർത്തിയാക്കുവാനായിട്ട്, ദൈവഹിതത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായി ജീവിച്ചുകൊണ്ട് കർത്താവിന് പ്രസാദമുള്ളവരായി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. അതിനായി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം.
ഈ ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ നാം എപ്രകാരം ജീവിക്കണമെന്നും ദൈവത്തിൻ്റെ തിരുവചനം വ്യക്തമായി നമ്മോട് പറയുന്നുണ്ട്. ഈ ദൈവിക വരപ്രസാദത്തിൽ നമ്മൾ നിറയാൻ നമ്മൾ എന്തു ചെയ്യണമെന്ന് പറയും തിരുവചനം വ്യക്തമായിട്ട് പറയുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ, ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ഈ ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനായിട്ട് വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കണം. ശരീരത്തെ വിശുദ്ധ ബലിയായി സമർപ്പിക്കണം. വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായിട്ട് സമർപ്പിക്കണം. അശുദ്ധിയുള്ളിടത്ത് ദൈവത്തിൻ്റെ പ്രസാദപരം നിൽക്കുകയില്ല. അശുദ്ധിയുള്ളവർക്ക് ദൈവത്തോട് കൂട്ടിക്കൂടുവാനായിട്ട് പറ്റുകയില്ല. ദൈവത്തിൻ്റെ പ്രസാദപരം സ്വീകരിക്കുവാനായിട്ട് പറ്റുകയില്ല. ഇത്തരത്തിലൊരു ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് നിങ്ങളുടെ ശരീരങ്ങളെയും മനസ്സിനെയും വിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കണമെന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ ശ്ലീഹ നമ്മെ വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രത്യേകമായൊരു കാര്യം, ഈ ദൈവിക വരപ്രസാദത്തിൻ്റെ തണലിലാണോ നമ്മൾ ജീവിക്കുന്നത്? ആത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതമാണോ നമ്മൾ നയിക്കുന്നത്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വീഴ്ചകൾക്ക് കാരണം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാനായിട്ട്, വിവേകമുള്ള ഒരു ഹൃദയത്തോടുകൂടിയുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നുള്ളതാണ്. സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ചും സാഹചര്യങ്ങൾക്കനുസരിച്ചും ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ, മറ്റ് വ്യക്തികളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ നന്മ തിന്മകളെ വേർതിരിച്ചറിയുവാനുള്ള ആ കഴിവ് നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പല രീതിയിലുള്ള ചിന്തകളിലേക്ക് കടന്നു പോകുന്നു. ഓർക്കേണ്ടവനെ ഓർക്കേണ്ട സമയത്ത് ഓർക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു. തമ്പുരാനെ വിളിച്ചിറക്കേണ്ട സമയത്ത് വിളിച്ചിറക്കുവാൻ നമുക്ക് പറ്റാതെ പോകുന്നു. നമ്മൾ സ്വാർത്ഥതയുടെ വലയത്തിലാകുന്നു. ഇത്തരത്തിലുള്ള ജീവിതചര്യയിൽ നിന്നും പിന്തിരിയുവാനാണ് പലപ്പോഴും വചനം നമ്മോട് ആവശ്യപ്പെടുന്നത്. ദൈവത്തിന് പ്രസാദമുള്ളവരായി ജീവിക്കുവാൻ ശ്രമിക്കുക. സകല അശുദ്ധിയിൽ നിന്നും സകല തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാനായിട്ട് ബോധപൂർവം ശ്രമിക്കുക. പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ തമ്പുരാൻ്റെ കരം മുറുകെ പിടിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രമിക്കുക. ഇതുതന്നെയാണ് ഈശോ നമുക്ക് കാണിച്ചിരിക്കുന്ന മാതൃക. തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോൾ, ഹൃദയം നിറയെ വേദനകൾ ഉണ്ടായപ്പോൾ അവിടുന്ന് ആലോചന ചോദിച്ചത് പിതാവിനോടാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ പാനപാത്രം എനിക്ക് കുടിക്കുവാൻ സാധിക്കുകയില്ല. പക്ഷെ ഉടനെ അവിടുന്ന് പറയുന്നു, എങ്കിലും അതല്ല, അങ്ങയുടെ ഇഷ്ടം ഇതാണ് എങ്കിൽ അത് തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ദൈവഹിതം എന്താണോ അത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം. ഇതായിരുന്നു ഈശോയുടെ ഏറ്റവും വലിയ മനോഭാവം. ഈ ഒരു മനോഭാവത്തിലേക്കാണ് നമ്മളും കടന്നു വരേണ്ടത്. ദൈവഹിതം എന്താണോ അത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം. പലപ്പോഴും നമ്മൾ വാശി പിടിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് എനിക്ക് നടന്നു കിട്ടണമെന്നാണ്. അതിന് ഒരു കുറവും വരുവാൻ പാടില്ല. കാരണം എനിക്ക് അവകാശപ്പെട്ട സമയത്ത് കിട്ടണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും വാശി പിടിക്കാറും മല്ല് പിടിക്കാറുമുണ്ട്. ദൈവത്തെ പോലും നമ്മൾ മറുതലിക്കുന്നത് ഈ ഒരു പ്രശ്നങ്ങളുടെ പേരിലാണ്. ഞാൻ വിളിച്ച് അപേക്ഷിക്കുന്ന സമയത്ത്, ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടണം. എന്നാൽ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ നമ്മൾ മടി കാണിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുവാനായിട്ട് തമ്പുരാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ദൈവഹിതം എന്താണോ അതുകൊണ്ടാണ് തമ്പുരാൻ പറയുന്നത്, ഞാൻ എങ്ങനെ പിതാവിനെ അനുകരിച്ചുവോ ആ രീതിയിൽ നിങ്ങളും പിതാവിനെ അനുകരിക്കുവാൻ, എന്നെയും അനുകരിക്കുവാൻ കർത്താവ് പറയുന്നു. അബ്രാഹത്തിൻ്റെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ കാണുവാൻ സാധിക്കും, സ്വന്തം ദേശവും ബന്ധുക്കളെയും ബന്ധുജനങ്ങളെയും എല്ലാം വിട്ടുപോകാൻ പറയുമ്പോൾ മറിച്ചൊരു ചോദ്യം ചോദിക്കാതെ അബ്രാഹമൊക്കെ ആ ദേശം വിട്ടുപോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ദൈവഹിതം അന്വേഷിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളൊരു മനോഭാവമായിരിക്കണം നമ്മൾ. ഇതുപോലെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന ആ അതേ മാതൃകയായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. എവിടെയും ഏതു കാര്യത്തിലും ദൈവഹിതം അന്വേഷിക്കുക, ദൈവകൃപ തേടുക. അതിന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വക ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ആ ത്രിത്വക കൂട്ടായ്മയിലേക്ക് ഞങ്ങളെയും നയിക്കണമേ. ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയെ ഞങ്ങളിൽ വളർത്തണമേ. ഏതൊരു കാര്യത്തിലും എന്ത് കാര്യത്തിലും സ്വന്തം ഇഷ്ടം മാത്രം അന്വേഷിക്കാതെ, സ്വന്തം താല്പര്യങ്ങൾ മാത്രം നോക്കാതെ അങ്ങയുടെ ഹിതം കൂടി അറിയുവാനും അങ്ങയുടെ ഹിതം കൂടി മനസ്സിലാക്കുവാനും അതനുഭവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും
ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുവാൻ വേഗം ഞങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് തിരുക്കുമാരനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ അങ്ങ് ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിച്ചതുപോലെ ദൈവം ആഗ്രഹിച്ചതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഇതാ കർത്താവിൻ്റെ ദാസൻ്റെ വാക്കുപോലെ എന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ ആ ഒരു മനോഭാവം ഞങ്ങളുടെ ജീവിതത്തിലേക്കും പകർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. എല്ലാം ദൈവഹിതം അനുസരിച്ചെന്നുള്ള അങ്ങയുടെ ആ മനോഭാവം, ആ നീതിബോധം ഞങ്ങളിലും വളർത്തണമേ. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥന്മാരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. നിങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധിയിലേക്കും നന്മയുടെ മാർഗ്ഗത്തിലേക്കും നിങ്ങൾ നയിക്കുവാൻ ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആ വലിയ ജീവിത മാതൃക ഞങ്ങളുടെ ജീവിതത്തെ പകർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകല വിശുദ്ധരെ, സകല സ്വർഗീയവാസികളെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. സകല മാലാഖമാരെ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, ഞങ്ങൾ ഓരോരുത്തരെയും ഓരോ ദിവസവും നന്മയുടെ പാതയിലൂടെ നയിക്കുവാൻ, തിന്മയുടെ സ്വാധീനങ്ങളെ ചെറുത്തു തോൽപ്പിക്കുവാനുള്ള കൃപ ഞങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായി കാവൽ മാലാഖമാരെ, ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് കാത്തു പരിപാലിക്കണമേ. ദൈവഹിതമനുസരിച്ച് ജീവിതം നയിക്കുവാനും ദൈവത്തോട് ചേർന്നിരിക്കുവാനുള്ള വല്ല കൃപ ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. അർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു, സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു. അർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു, സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു. ഉള്ളവും ഉള്ളതും പങ്കുവച്ച് സർവം സമർപ്പണം ചെയ്തിടുന്നു. ഉള്ളവും ഉള്ളതും പങ്കുവച്ച് സർവം സമർപ്പണം ചെയ്തിടുന്നു. അർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു, സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു. വേദന തിങ്ങുമെൻ മാനസവും തോരാതെ പെയ്യുമെൻ കണ്ണുകളും കരകവിഞ്ഞൊഴുകും കദനങ്ങളും തിരുമുൻപിലിന്നു ഞാനേകിടുന്നു. അർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു, സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു.
പോലെ അങ്ങേതായി എന്നെ നീ സ്വീകരിക്കൂ. ഉയർച്ചകൾ താഴ്ചകൾ സമസ്തവും നിൻ കരങ്ങളിലേക്ക് ഞാൻ നമിച്ചിടുന്നു. അർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു. സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു. അർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു. സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു. ഉള്ളവും ഉള്ളതും പങ്കുവച്ച് സർവം സമർപ്പണം ചെയ്തിടുന്നു. ഉള്ളവും ഉള്ളതും പങ്കുവച്ച് സർവം സമർപ്പണം ചെയ്തിടുന്നു. അർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു. സാദരം നിൻ മുൻപിൽ അർപ്പിക്കുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് സഭയുടെ ആശീർവാദം സ്വീകരിക്കാം. മാർപ്പാപ്പായോടും കർദിനാളന്മാരോടും മെത്രാപ്പൊലീത്താമാരോടും മെത്രാന്മാരോടും ലോകമെമ്പാടുമുള്ള വൈദിക ഗണത്തോടും സന്യാസ ഗണത്തോടും ഇന്ന് ലോകത്ത് അർപ്പിക്കപ്പെടുന്ന സകല ദൈവങ്ങളുടെ യോഗ്യതയോടും കൂടെ നിങ്ങളേവരെയും ഹൃദയപൂർവ്വം ഞാൻ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരിയൻ കൂടാരങ്ങളിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ നമ്മുടെ സഹോദരങ്ങളെയും നമുക്ക് ഓർക്കാം. അവരുടെ ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നമുക്കും പങ്കുചേരാം. ദിവസം ഒരു ജപമാലയെങ്കിലും ചൊല്ലി അവരുടെ ആ പ്രാർത്ഥനാ കൂട്ടായ്മയെ നമുക്ക് ശക്തിപ്പെടുത്താം. എല്ലാവർക്കും ഒരു നല്ല ദിവസം സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.